2026 ഏപ്രിൽ 1 സിറാജ് എഡിറ്റോറിയൽ. വിമാന സുരക്ഷയിൽ അപായമണി. വ്യോമയാന മേഖലയിൽ ഇന്ത്യ ഉയർന്നു പറക്കുകയാണ്. 2014 74 ആയിരുന്നു രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണമെങ്കിൽ ഇന്നത് 160-ലധികമായി ഉയർന്നതായി ഞായറാഴ്ച നോയിഡയിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രസംഗിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ ദശകത്തിന്റെ അവസാനത്തോടെ വ്യോമയാന മേഖലയിൽ ഇന്ത്യ രാജ്യാന്തര ഹബ്ബാകുമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ നവി മുംബൈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യവേ പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ ആഭ്യന്തര വ്യോമയാന വിപണികളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. അഭിമാനകരമാണ് ഈ വളർച്ച. അതേസമയം വിമാനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് പാർലമെന്റ് സമിതി കഴിഞ്ഞ ദിവസം സർക്കാരിനു സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങൾ അത്ര സുഖകരമല്ല. രാജ്യത്തെ വിമാനങ്ങളിൽ പകുതിയും സാങ്കേതിക തകരാറുകളോടെയാണ് പറക്കുന്നതെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. 754 വിമാനങ്ങൾ പരിശോധിച്ചതിൽ 377 എണ്ണത്തിൽ സാങ്കേതിക തകരാറുകൾ ബോധ്യപ്പെട്ടു. എൻജിൻ, ലാൻഡിംഗ് ഗിയർ, എവിയോണിക്സ് സിസ്റ്റം തുടങ്ങിയവയിൽ ആവർത്തിക്കുന്ന തകരാറുകളാണ് സമിതി കണ്ടെത്തിയത്. പ്രവർത്തന ചെലവുകൾ നിയന്ത്രിച്ച് കൂടുതൽ ലാഭം നേടാനുള്ള കിടമത്സരത്തിലാണ് വിമാന കമ്പനികൾ. ഇതിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയും സ്പെയർ പാർട്സുകൾ മാറ്റുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്യുന്നു. വിമാനങ്ങൾ ആകാശത്ത് സർവീസ് നടത്തുന്ന സമയത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ചാണ് കമ്പനികളുടെ ലാഭം. എത്രയധികം സമയം ആകാശത്ത് പറക്കുന്നുവോ അത്രത്തോളം ലാഭം കൈവരുന്നു. ഇതുകാരണം കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ട സമഗ്രമായ സുരക്ഷാ പരിശോധനകൾ പലപ്പോഴും ലഘൂകരിക്കപ്പെടുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നു. പേടിപ്പെടുത്തുന്നതാണ് ലാഭക്കുതിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്ന വിമാന കമ്പനികളുടെ ഈ പ്രവണത. വിമാനങ്ങളുടെ കാലപ്പഴക്കം, മെയിൻ്റനൻസ്, ജീവനക്കാരുടെ കുറവ് തുടങ്ങിയവയാണ് സാങ്കേതിക തകരാറുകൾക്ക് പാർലമെന്ററി സമിതി കണ്ടെത്തിയ കാരണങ്ങൾ. പാട്ടത്തിനെടുത്ത പഴയ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് പല കമ്പനികളും സർവീസ് നടത്തുന്നത്. ഇവയുടെ പ്രവർത്തനക്ഷമത പലപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. പ്രവർത്തന ചെലവ് കുറയ്ക്കാനായി കമ്പനികൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർമാരുടെ എണ്ണം കുറയ്ക്കുകയും ഇതിനെ തുടർന്ന് കുറഞ്ഞ ജീവനക്കാർ കൂടുതൽ വിമാനങ്ങൾ പരിശോധിക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പരിശോധനയുടെ ഗുണനിലവാരം കുറയ്ക്കാനിടയാക്കുക സ്വാഭാവികം. കേവലം യന്ത്രങ്ങളുടെ ഗുണനിലവാരത്തിലും പ്രവർത്തനക്ഷമതയിലും പരിമിതമല്ല വിമാന സുരക്ഷ. അത് കൈകാര്യം ചെയ്യുന്ന പൈലറ്റുമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മാനസികാരോഗ്യത്തെയും കൂടി ആശ്രയിച്ചാണ്. ഇത്തരം ജീവനക്കാരുടെ കുറവ് മൂലം നിലവിലുള്ള ജീവനക്കാർക്ക് അധിക ജോലിഭാരം വഹിക്കേണ്ടി വരുന്നുണ്ട്. ജോലിഭാരവും വിശ്രമമില്ലായ്മയും പൈലറ്റുമാരുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ബാധിക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പിഴവുകൾ സംഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. സാങ്കേതിക തകരാറുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുകയും ചെറിയ തകരാറുകൾ യഥാസമയം പരിഹരിക്കാതെ പിന്നീട് തീർക്കാമെന്ന വിചാരത്തിൽ മാറ്റിവെക്കുകയും ചെയ്യുന്നത് അപകടകരമാണ്. ചെറിയ തകരാറുകൾ അവഗണിച്ച് സർവീസ് തുടരുന്നത് ആകാശത്ത് വെച്ച് വൻ തകരാറുകൾക്ക് ഇടയാക്കിയേക്കാം. വ്യോമഗതാഗതത്തിലെ സുരക്ഷിതത്വം അതിന്റെ കർശനമായ നിയന്ത്രണങ്ങളെയും മാനദണ്ഡങ്ങളെയും പരിശോധനകളെയും ആശ്രയിച്ചാണ്. ലാഭക്കുതിയിൽ ഇതിനെയെല്ലാം അവഗണിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും. ആകാശത്ത് പറക്കുന്ന ഓരോ വിമാനവും യാത്രക്കാരുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ആ വിശ്വാസം തകർന്നാൽ നഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു വിമാന കമ്പനിയുടെ സർവീസ് മാത്രമല്ല, വ്യോമയാന മേഖലയെക്കുറിച്ച് മൊത്തത്തിലുള്ള വിശ്വാസവും രാജ്യത്തിന്റെ സൽപ്പേരുമാണ്. വിമാനത്താവളങ്ങളിലെ അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളുടെ അഭാവമാണ് മറ്റൊരു സുരക്ഷാ ഭീഷണി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം പെട്ടെന്നുണ്ടാകുന്ന കാറ്റും മഴയും നേരിടാൻ സജ്ജമായിരിക്കണം വിമാനങ്ങൾ. സാങ്കേതികമായി അത്ര സജ്ജമല്ലാത്ത വിമാനങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിമാന കമ്പനികൾക്ക് മാത്രമല്ല, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമുണ്ട് വ്യോമയാന സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതല. ഇക്കാര്യത്തിൽ DGCA കടുത്ത ഉദാസീനതയാണ് കാണിക്കുന്നത്. വിമാന കമ്പനികൾക്കുമേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ DGCA പരാജയമാണെന്ന ആരോപണം വ്യാപകമാണ്. പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഉദാസീനത കൈവെടിഞ്ഞ് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാൻ DGCAയും വ്യോമയാന മന്ത്രാലയവും സന്നദ്ധമാകേണ്ടതുണ്ട്. സുരക്ഷാ ഓഡിറ്റുകൾ കേവല ചടങ്ങായി മാറരുത്.
നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ പിഴ ചുമത്തുന്നതിനപ്പുറം സർവീസ് ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കണം. അതുവഴി യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു നടപടിയും വെച്ചുപൊറുപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശം നൽകണം. ആധുനിക സുരക്ഷാ ഉപകരണങ്ങളും ഡിജിറ്റൽ പരിശോധനാ സംവിധാനങ്ങളും കർശനമാക്കുന്ന കാര്യവും പരിഗണിക്കേണ്ടതാണ്. ലാഭത്തേക്കാൾ മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന സംസ്കാരം വളർന്നുവരേണ്ടതുണ്ട് വ്യോമയാന മേഖലയിൽ.